ഗ്രീൻ, ബ്ലൂ, റെഡ്. ഇനി ഗ്രീനും റെഡും കൂടി ചേർന്ന യെല്ലോ, ബ്ലൂവും റെഡും കൂടി ചേർന്ന മജന്ത, ആൻഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ കൂടിയ സിയാൻ. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗം, ഒരു കോഡ് ഞാൻ പറയാം. അപ്പോൾ ഗ്രീൻ, ബ്ലൂ, റെഡ്, യെല്ലോ, മജന്ത, സിയാൻ. ഇതിൽ ഈ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലുള്ളതൊക്കെ പ്രൈമറി കളേഴ്സും സൈഡുകളിൽ എഴുതിയേക്കുന്നത് സെക്കൻഡറി കളേഴ്സും. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് നമുക്ക് പഠിക്കാം. ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഈ കോഡ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്കിത് പഠിക്കാനും എളുപ്പമാണ്. ഗാന്ധിജിയിലെ G സ്റ്റാൻഡ്സ് ഫോർ ഗ്രീൻ, R റെഡ്, B ബ്ലൂ, Y ഫോർ യെല്ലോ, M ഫോർ മജന്ത ആൻഡ് C ഫോർ സിയാൻ. ഈ സെക്കൻഡറി കളേഴ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂവും റെഡും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മജന്തയാണ് കിട്ടുന്നത്. റെഡും ഗ്രീനും കൂടി ജോയിൻ ചെയ്യുമ്പോൾ യെല്ലോ, ഗ്രീനും ബ്ലൂവും കൂടി ജോയിൻ ചെയ്യുമ്പോൾ സിയാനും ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്, ഇത് എപ്പോഴും ഇതിൻ്റെ കോമ്പിനേഷൻസ് എക്സാമിന് ചോദിക്കാറുമുണ്ട്. അത് കാരണം ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോഡ് പഠിക്കാം. ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. അതിൽ ഫസ്റ്റ് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ സ്റ്റാൻഡ്സ് ഫോർ ഈ ഓരോ കളേഴ്സാണ്. അപ്പോൾ ആ കോഡ് പഠിച്ചാൽ ഇത് ഈസി ആയിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും. Third one, complementary colors. Complementary colors. Complementary colors എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏതൊക്കെ രണ്ട് ഒരു പ്രൈമറി ഒരു സെക്കൻഡറി കൂടിക്കഴിഞ്ഞാൽ, ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. അങ്ങനെയുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൈമറി അതിൻ്റെ കൂടെ ഒരു സെക്കൻഡറിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ഈ സെക്കൻഡറി ഫോം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ രണ്ട് പ്രൈമറി അല്ലാത്ത മറ്റേ മൂന്നാമത്തെ പ്രൈമറി കളറും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ, റെഡിൻ്റെ കൂടെ നമുക്ക് സിയാൻ വരുവാണെങ്കിൽ, റെഡ് കളറിൻ്റെ കൂടെ സിയാൻ വരുവാണെങ്കിൽ വൈറ്റ് ലൈറ്റ് കിട്ടും, ഒന്നാമത്തത്. രണ്ടാമത്തത്, ബ്ലൂവിൻ്റെ കൂടെ യെല്ലോ ചേരുമ്പോൾ വൈറ്റ് ലൈറ്റ് കിട്ടും. മൂന്നാമത്തത്, ഗ്രീനിൻ്റെ കൂടെ മജന്ത വരുമ്പോൾ വൈറ്റ് ലൈറ്റ് കിട്ടും. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പ്രൈമറി കളേഴ്സും കൂടി ജോയിൻ ചെയ്ത, അതായത് റെഡ് പ്ലസ് ബ്ലൂ പ്ലസ് ഗ്രീൻ എപ്പോഴും വൈറ്റ് ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈമറി ആ പ്രൈമറി ചേരാതെ ഫോം ചെയ്തേക്കുന്ന സെക്കൻഡറിയും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. ഇതിനെയാണ് കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഡ് വെച്ചിട്ട് ആ സെക്കൻഡറിയും പ്രൈമറിയും കറക്റ്റായിട്ട് ഓർത്തിരുന്ന കോമ്പോസിറ്റ് കളേഴ്സ് നമുക്ക് തനിയെ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാവുന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല മീഡിയത്തിൽ ഈ കളേഴ്സിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഇതാണ് പറയാൻ പോകുന്നത്. ജനറലി രണ്ട് പ്രൈമറി കളേഴ്സ് ചേർന്നാൽ എപ്പോഴും ബ്ലാക്ക് കളറാണ് ഫോം ചെയ്യുക. ഏതെങ്കിലും, അതായത് ഒരു പ്രൈമറി മീഡിയത്തിൽ കൂടെ വേറൊരു പ്രൈമറി ഒബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ കിട്ടും. നേരെ മറിച്ച് ഒരു പ്രൈമറിയുടെ കൂടെ, ഒരു പ്രൈമറി മീഡിയത്തിൽ ഒരു സെക്കൻഡറി ഒബ്ജക്റ്റാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതേ കറസ്പോണ്ടിങ് പ്രൈമറി തന്നെയായിരിക്കും. അതേ കറസ്പോണ്ടിങ് പ്രൈമറിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഇപ്പോൾ എക്സാമ്പിളിന് ഒരു റെഡ് ഫ്ലവർ ഞാനൊരു ഗ്രീൻ പേപ്പറിൽ കൂടെ നോക്കുകയാണെങ്കിൽ എനിക്കത് ബ്ലാക്ക് ആയിട്ടേ കാണുള്ളൂ.
ഒരു റെഡ് ഫ്ലവർ ഒരു ഗ്രീൻ പേപ്പറിൽ കൂടെ, ഒരു ഗ്രീൻ ഗ്ലാസ് പേപ്പർ ആയിക്കോട്ടെ, അതിൽ കൂടെ നോക്കി എനിക്ക് അത് ബ്ലാക്ക് കളറായിട്ടേ കാണുള്ളൂ. നേരെ മറിച്ച് ഒരു റെഡ് ഫ്ലവർ ഒരു യെല്ലോ പേപ്പറിൽ കൂടെ, ഓറൽസ് വൈസ് വേഴ്സ, ഒരു യെല്ലോ ഫ്ലവർ റെഡ് പേപ്പറിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് എന്തായിരിക്കും? ആ റെഡ് കളറിലായിരിക്കും അത് കാണുന്നത്. അതേപോലെ ഒരു ബ്ലൂ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, മേ ബി ഒരു ബ്ലൂ റബ്ബർ ആണെന്ന് വിചാരിക്കും. ഒരു ബ്ലൂ റബ്ബർ ഞാനിപ്പോൾ ഒരു റെഡ് മീഡിയത്തിൽ കൂടെ നോക്കുകയാണ്. അപ്പോഴും എനിക്കത് ബ്ലാക്ക് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് പകരം ഇവിടെ ഒരു യെല്ലോ മീഡിയ ആയിരുന്നു, അല്ലെങ്കിൽ മേ ബി ഒരു സെക്കൻഡറി മീഡിയ ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതേ ബ്ലൂ കളർ തന്നെ ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഇത് ഓർത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ എക്സാംസിന് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ റാങ്ക് ഫയലിൽ കുറേ അതേപോലത്തെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം, അത് തന്നെ ചോദിച്ചോളണമെന്നില്ല. ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈമറി മീഡിയം ഉണ്ട്, ഒരു പ്രൈമറി ഒബ്ജക്റ്റും ഉണ്ടെങ്കിൽ കിട്ടുന്ന ഇത് ബ്ലാക്ക് കളറായിരിക്കും. നേരെ മറിച്ച് ഒരു പ്രൈമറി ഒരു സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് പ്രൈമറി കളറായിരിക്കും. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി വിബ്ജിയോറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. വിബ്ജിയോർ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്, വിസിബിൾ ലൈറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ പറ്റി. ഫസ്റ്റ് തിങ്, വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി അപ്പം കുറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിബ്ജിയോറിലെ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡ് ആണെങ്കിൽ ഏറ്റവും ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളതും റെഡ് ആയിരിക്കും. സോ മാക്സിമം വേവ് ലെങ്ത്തും വിബ്ജിയോറിൽ റെഡ് ആണ്, മിനിമം ഫ്രീക്വൻസി റെഡിനാണ്. സിമിലർലി മാക്സിമം ഫ്രീക്വൻസി ഉള്ളത് വയലറ്റ് കളറിനാണ്. അപ്പോൾ മിനിമം വേവ് ലെങ്ത് എന്തിനായിരിക്കും? വയലറ്റിനായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന, സ്കാറ്റേഴ്സ് മോസ്റ്റ്, ഏറ്റവും വേവ് ലെങ്ത് കുറവുള്ള ലൈറ്റ് ആയിരിക്കും, വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള ലൈറ്റ് ആയിരിക്കും ഏറ്റവും സ്കാറ്റർ ചെയ്യുന്നത്. അപ്പോൾ വയലറ്റ് ആയിരിക്കും കൂടുതൽ സ്കാറ്റർ ചെയ്യുക. അപ്പോൾ സ്കാറ്ററിങ് കുറവുള്ളത് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളതിനായിരിക്കും. അതുകൊണ്ട് തന്നെ റെഡിനായിരിക്കും ഏറ്റവും കുറവ് സ്കാറ്ററിങ് ഉണ്ടാവുക. ഏറ്റവും കുറവ് സ്കാറ്ററിങ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ റെഡ് ലൈറ്റിനെ എന്തിനു ഉപയോഗിക്കുന്നു? ഡേഞ്ചർ ലൈറ്റ്സിന്, ഡേഞ്ചർ ലാംപ്സ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഹ്യൂമൻ ഐക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത് യെല്ലോ ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ യെല്ലോ ലൈറ്റിനെ നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നു? ഫോഗ് ലാംപ്സിൽ ഉപയോഗിക്കുന്നു. ഓൾസോ യെല്ലോ ലൈറ്റിനെ സയൻറ്റിഫിക് ലബോറട്ടറീസിലൊക്കെ ഡേഞ്ചർ ലാംപ്സിനും ഉപയോഗിക്കുന്നുണ്ട്.